തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇപ്പോൾ എം പി രാജേഷ് പ്രസംഗിക്കുകയാണ്. തത്സമയം നടത്തുന്നതിന്റെ കൂടി വിളംബരമായി ഈ ഓണാഘോഷം തൃപ്പൂണിത്തുറയിൽ അത്താഘോഷം മാറണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ സൂക്ഷ്മമായിട്ടൊക്കെ നോക്കി. പൊതുവിൽ സംഘാടകർ അക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിലും ഒരു സൂക്ഷ്മതക്കുറവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിശേഷം പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കുന്നതിനൊരു സൂക്ഷ്മതക്കുറവ് ഉണ്ടായിട്ടുണ്ട്. അത് സംഘാടകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. 2 പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടായിരുന്നു. MLA അതെന്താണെന്ന നട്ടിൽ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 പ്ലാസ്റ്റിക് കുപ്പികൾ ഇവിടെ വെച്ചിരുന്നു, അതുകൂടി ഒഴിവാക്കേണ്ടതായിരുന്നു. അപ്പൊ മാലിന്യമുക്ത നവകേരളം എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കണം. ഇപ്രാവശ്യത്തെ ഓണം കേരളത്തിലാകെ ഹരിത ഓണമായിട്ടാണ് ആഘോഷിക്കേണ്ടത്. ഹരിത ഓണത്തിന്റെ മികച്ച മാതൃക ഇവിടെ നിന്ന് തന്നെ നമുക്ക് സൃഷ്ടിക്കാം. മഹാബലിയെ വൃത്തിയുടെ ചക്രവർത്തിയായി കൂടി നമുക്ക് ആഘോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അത്താശംസകളും ഓണ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തും. പ്രിയമുള്ളവരെ, നമ്മുടെ തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയ ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും വിലപ്പെട്ട കാര്യം ഹരിത ഓണമായിരിക്കണം ഇത്തവണ. കാര്യം പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇല്ലാത്ത അതിൽ നിന്നൊക്കെ മുക്തമായ ഒരു കേരളം നമുക്ക് ഉണ്ടാകട്ടെ എന്നാണ്. അത് തൃപ്പൂണിത്തുറയിൽ നിന്ന് തുടങ്ങട്ടെ എന്നാണ്. നമുക്ക് ഒളിമങ്ങാത്ത ഒരുപാട് സർഗധന്യമായ നിമിഷങ്ങൾ തൃപ്പൂണിത്തുറയിൽ ഉണ്ടാകും. പഴയ ഒരു കാലത്തിൻ്റെ ഓർമ്മകൾ നമ്മളിലേക്ക് കൊണ്ടുവരാനും തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ പരിപാടികൾ നമ്മെ ഓർമ്മപ്പെടുത്തും. അതിവിപുലമായി അത്തച്ചമയ ആഘോഷ പരിപാടികൾ പ്രേക്ഷകരിലെത്തിക്കാൻ നമ്മുടെ വാർത്താ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.